ചിന്താ ജെറോം എന്ന വ്യക്തി, നേതാവെന്നല്ല വ്യക്തി, അവർ സമൂഹത്തിലുണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങളുണ്ട്, കുറേ വിവാദങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ജിമിക്കി കമൽ വിവാദം, അതുപോലെ അവരുടെ PhD തീസിസിലെ വാഴക്കൊല പരാമർശം, പിന്നെ അവരുടെ പ്രസംഗ രീതി, ഇതൊക്കെയാണ് വിവാദമായിട്ടുള്ളത്. അപ്പോൾ പ്രസംഗ രീതിയെപ്പറ്റി ഞാൻ തന്നെ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ടീമിലൂടെ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ ചിന്തയെപ്പറ്റി എനിക്ക് അവരെ പരിചയപ്പെടുന്നവരാ എനിക്ക് എന്തോ ഒരു മാതിരിയായിരുന്നു അവർ പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ. പക്ഷെ അവരോട് നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ വളരെ ഓർഗാനിക്കായിട്ട് സംസാരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് അവർ. വളരെ ഓർഗാനിക്കായിട്ട് മനുഷ്യരോടൊക്കെ നല്ല രീതിയിൽ ഇടപെടാൻ കഴിയുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ചിന്തയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് മൈക്കിന് മുമ്പിൽ വരുമ്പോൾ മാത്രമേ ഈ നാടകീയത വരുന്നത്? അതായത് ഉദാഹരണത്തിന് ഒരു സ്കൂൾ കലോത്സവത്തിലെ പ്രസംഗ മത്സരത്തിൽ ഒരാൾ പ്രസംഗിക്കുന്ന രീതിയിലാണ് ചിന്ത മൈക്കിന് മുമ്പിൽ പ്രസംഗിക്കുന്നത്. ഒരു ചാനലിലും പരിപാടിയിലും അവർ മോണോറ്റൊക്കെ അങ്ങനെ സീരിയസ്ലി, അതായത് കോളേജ് യുവജനോത്സവത്തിൽ, സർവകലാശാല യുവജനോത്സവത്തിൽ പ്രസംഗ മത്സരാർത്ഥി പ്രസംഗിക്കുന്ന രീതിയിലാണ് അവർ പ്രസംഗിക്കുന്നത്. അത് അവരങ്ങനെ ശീലിച്ചു പോയതാണ്. അപ്പോൾ അവർ തന്നെ പറയുന്നത് ഞാനത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അത് സത്യസന്ധമാണ് പറയുന്നത്. അപ്പോൾ ചിന്താ ജെറോം, ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അസസ്മെൻറ്റ്, അവർ നല്ല ലീഡറാണ്, ആളോട് നല്ല രീതിയിൽ ഇടപെടാൻ കഴിയുന്ന ഒരാളാണ്. ഒരുപക്ഷെ DFA എന്ന സംഘടനയ്ക്ക് ഒരു പ്രസിഡന്റ് സ്ഥാനത്തിരുന്നുണ്ട് അവരെ പ്രവർത്തകരുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ കൂടിയാണ് ചിന്ത. നമ്മൾ ചിന്തയെ കാണുന്നത് ചിന്തയെ ക്യാമറയുടെ മുമ്പിലോ അല്ലെങ്കിൽ മൈക്കിന് പിന്നിലോ നിൽക്കുന്ന ചിന്തയല്ല. വ്യക്തിപരമായിട്ട് നമ്മൾ കാണുമ്പോൾ ആ അർത്ഥത്തിൽ ആ സംഘടനയെ ചലിപ്പിക്കാൻ ശേഷിയുള്ള നേതൃഗുണമുള്ള ആൾ തന്നെയാണ് ചിന്താ ജെറോം. മറ്റൊന്ന്, ആളോട് ഇടപഴകാൻ, ഈ പറയുന്ന മസിൽ പിടുത്തമില്ലാതെ ജനങ്ങളുമായിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ് ചിന്താ ജെറോം. ഇനി ഈ പറയുന്ന വിവാദം, വാഴക്കൊല വിവാദം, ഞാൻ പറയുന്നത് അത് ചിന്തയുടെ മാത്രം പ്രശ്നമല്ല. ഈ വാഴക്കൊല വിവാദം പുറത്തു കൊണ്ടുവന്ന ഒരു വ്യക്തിയുണ്ട്, കൃഷ്ണകുമാർ എന്ന പേരുള്ള ഒരാൾ. അപ്പോൾ അയാൾ ഇത്തരത്തിലുള്ള കുറേ അധികം PhD തീസിസുകൾ പുറത്തു കൊടുത്തുകൊണ്ടുവന്ന് വിശകലനം ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ചും സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ തകർച്ചയാണത്. അതിൻ്റെ ഇരകളാണ് ഈ ചിന്തയും മറ്റാരെങ്കിലും ഒക്കെ എന്നാണ് ഞാൻ പറയുക. കാരണം ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആളെ, പ്രത്യേകിച്ചും CPMൻ്റെ ഒരാളായിട്ട് നിന്ന് കഴിഞ്ഞാൽ സർവകലാശാലകളിൽ ലഭിക്കുന്ന അനഭിലഷണീയമായ പ്രിവിലേജ്, ആ പ്രിവിലേജ് വഴി നമുക്ക് ബൈപ്പാസ് ചെയ്തുകൊണ്ട് PhD തീസിസ് കിട്ടുന്ന ഒരവസ്ഥ, അതിനുവേണ്ടി സഹായിക്കാൻ വേറെ തന്നെ ഒരു സിസ്റ്റം, ഇതിൻ്റെ ഒരു ഇരയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും ചിന്താ ജെറോമും ഉൾപ്പെടെയുള്ള. അതുകൊണ്ട് വരുന്ന വീഴ്ചകളാണ് അതൊക്കെ. അതിന് ചിന്തയെ മാത്രമായിട്ട് അതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് ചിന്താ ജെറോം നമ്മൾ ടെലിവിഷനിൽ കാണുന്നതോ ക്യാമറയ്ക്ക് മുമ്പിലും മൈക്കിന് പിന്നിലും കാണുന്ന ചിന്തയല്ല യഥാർത്ഥത്തിലുള്ള ചിന്ത. അവർ കുറേ കൂടി ഓർഗാനിക് ആയിട്ടുള്ള ഒരു ലീഡറാണ് എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം.